വിജയകഥകളുടെ യാത്ര തുടങ്ങിയിട്ടപ്പോൾ കുറേ ദിവസങ്ങളായി അല്ലേ? അപ്പോൾ വീണ്ടും നമ്മളിതാ ഒരു പുതിയ വിജയകഥ കേൾക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇസു, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? നമ്മൾ ഇനി പോകാൻ പോകുന്നത് UPSC ഫസ്റ്റ് റാങ്ക്, വയനാട് ഫസ്റ്റ് റാങ്ക് അനിഷയുടെ വീട്ടിലേക്കായിരിക്കും. അപ്പോൾ അനിഷയുടെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് നേരെ അനിഷയോട് ചോദിച്ചു തന്നെ അറിയാം. അപ്പം അങ്ങോട്ട് പോയാലോ? അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ വയനാട് ജില്ല UPSC ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ടുള്ള അനിഷയുടെ കൂടെയാണ്. അനിഷയുടെ ഫാമിലിയാണുള്ളത്. അപ്പോൾ ഈ ഒരു വലിയ സന്തോഷം നമുക്ക് ആദ്യം ഒന്ന് മധുരം കട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്നത്. കാര്യം നമ്മൾ കുറേ അധികം റാങ്ക് കഥകൾ പറയുന്നുണ്ട്. കാര്യം നമ്മുടെ LPയുടെ കഥയാണെന്നുണ്ടെങ്കിലും നമ്മുടെ LDയുടെ കഥയാണെന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ നമുക്കറിയാലോ ജില്ലകളിൽ 5ഉം 8ഉം 9ഉം 10ഉം ജില്ലകളിലൊക്കെ ഫസ്റ്റ് റാങ്ക് അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ നമ്മൾ ഉറങ്ങുന്നു, ഉണരുന്നു, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നു. പക്ഷെ ഇന്നലെ രാത്രി, അതായത് UPSC റിസൾട്ട് വന്നു, ഫസ്റ്റ് റാങ്ക് കിട്ടി, ഇന്നലെ രാത്രി ഉണർന്നെഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന എന്തായിരുന്നു അനിഷയുടെ ഒരു എക്സ്പീരിയൻസ്? വളരെ സന്തോഷമായിരുന്നു. എല്ലാവരോടും അത് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം തന്നെ അവർക്ക് ആരും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അപ്പോൾ നേരത്തെ മുൻകൂട്ടി ഇങ്ങനെ റിസൾട്ട് ഉണ്ടാവുമെന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഫാമിലിയും ഹസ്ബൻഡ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അനിഷ ഒരു ലൈഫിലേക്ക് സെറ്റിൽ ആയി കഴിഞ്ഞ ശേഷം ഈ ഒരു ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയൊരു സമയം, അതിനായിട്ട് തീരുമാനിച്ചൊരു നിമിഷം ഉണ്ടാവുമല്ലോ, അതിനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഒരുപാട് പ്രൈവറ്റ് ജോലികൾക്കൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പം അവിടെയൊക്കെ നമ്മൾ ഡെയിലി വേജിനൊക്കെ പോകുമ്പോഴും പറയുന്നത് എന്താ, റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് മുൻഗണന, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം സ്വന്തമായിട്ട് പഠിച്ച് ലിസ്റ്റിൽ വന്നിട്ട് ജോലി നേടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് കൂടുതലായിട്ട് അനിഷയെ ഒരു പുഷ് ചെയ്ത വ്യക്തികൾ ആരൊക്കെ ആയിരിക്കും? വീട്ടിൽ ഫാമിലി എല്ലാവരും ഉണ്ട്, പിന്നെ ഹസ്ബൻഡും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എപ്പോഴും. പഠനത്തിന് പ്രത്യേകമായ ഒരു ക്രമമോ ചട്ടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ അല്ല. ആദ്യമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നോട്ട്സ് ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് അങ്ങനെ വെച്ചു. കൂടുതൽ ടൈം ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പം ലാസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ട് നോട്ട്സൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്ത് ഷോർട്ടാക്കി എഴുതി വെച്ച് ലാസ്റ്റ് ഒരു 2-3 മാസം റിവിഷൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ സൈലത്തിലെ ക്ലാസ്സുകൾ? എങ്ങനെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓൺലൈൻ വഴിയാണ് ഞാൻ സൈലം എടുത്തത്. ക്ലാസ് എല്ലാം നല്ലോണം മനസ്സിലാക്കാൻ സാധിച്ചു നമുക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നോട്ട്സാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. സൈക്കോളജിയും ഇംഗ്ലീഷും GK പാർട്ടൊക്കെ അത് തന്നെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. ചില അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ല, ഇനി ഇത്രയും പേര് ശ്രമിക്കുന്നതാണിത്, പോകേണ്ട കാര്യമില്ല, സമയം പോകുന്ന പരിപാടിയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ മാത്രമല്ല, പൊതുവെ നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ടൈം എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റിവിറ്റികളുടെ ഒരു കൂട്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? കുറേ കാലം ഇതിനു വേണ്ടി ശ്രമിക്കുമ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയാണ്, ജോലി ആയില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതൊരു ബുദ്ധിമുട്ട്. നമ്മൾ ഏത് പരിപാടിക്ക് പോകുമ്പോഴും എല്ലാവരും ആ കാര്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് റിസൾട്ടിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്തായിരുന്നു പരീക്ഷ കഴിഞ്ഞു വരുമ്പോൾ? റിസൾട്ട് അങ്ങനെയല്ല, നമുക്ക് കിട്ടണമെന്ന് നല്ല ആഗ്രഹത്തോടു കൂടി എഴുതിയൊരു പരീക്ഷയാണിത്. അപ്പോൾ അതിനായിട്ട് നല്ലോണം കഷ്ടപ്പെട്ട് പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ദ്രോണയുടെ 2025 ഓൺലൈൻ ബാച്ച് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലാസ്സിലൊക്കെ കുട്ടികൾ സ്ഥിരം പറയുന്ന ഒരു സാധനമാണ് ഈ 3 ക്ലാസ് അല്ലെങ്കിൽ 4 ക്ലാസ്സൊക്കെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യുക, നമുക്ക് ജോലിയുണ്ട്, വേറെ പരിപാടികളുണ്ട്, അപ്പോൾ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നില്ല, ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഓൺലൈൻ ബാച്ചിൽ തന്നെ പഠിച്ച ഒരാളാണെന്നുള്ള രീതിയിൽ അനിഷ എങ്ങനെയായിരുന്നു ഫോളോ അപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ക്ലാസ് അങ്ങനെ കൂടുതൽ വരുമ്പോൾ നമ്മുടെ ഡെയിലിയിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ചെയ്തു വരുമ്പം ചിലപ്പം സമയം കിട്ടാറില്ല. അങ്ങനെ വരുമ്പം കിട്ടുന്ന സമയം കൂടുതൽ ക്ലാസ്സുകൾ അത് ബാലൻസ് ചെയ്ത് എപ്പോഴെങ്കിലും അത് കവർ ചെയ്ത് കൊണ്ടുപോകും. നോട്ട് അപ്പം തന്നെ എഴുതും, ക്ലാസ് കാണുമ്പോൾ തന്നെ ചെറുതായിട്ട് ഷോർട്ടായിട്ട് എഴുതി വെക്കാറുണ്ട്. ആ ഒരു രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയ വിഷയങ്ങളൊക്കെ ഏതൊക്കെയായിരുന്നു? സൈക്കോളജി ഉണ്ടായിരുന്നു, കാരണം അതിന്റെ നോട്ട്സ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു, ഇല്ല. അപ്പം പിന്നെ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ ഹിസ്റ്ററി പാർട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ തന്നെ നോട്ടുകളാക്കി എഴുതി പിന്നെ 2 മാസം
പിന്നെ SCRT ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം യൂസ് ചെയ്ത് നല്ല രീതിയിൽ റിവൈസ് ചെയ്തു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഇന്റർവ്യൂ അല്ലെ? ഇന്റർവ്യൂവിന് പോയ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ ടെക്സ്റ്റ് ബുക്കുകൾ സബ്ജക്റ്റ് ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയായിരുന്നു കൂടുതലും എൻ്റെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. പിന്നെ ജനറലായിട്ട് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നു. ഇന്റർവ്യൂവിന് കയറുന്നോടം വരെ ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷെ കയറി കഴിയുമ്പോൾ നമുക്ക് സാധാ നമ്മൾ സംസാരിക്കും പോലെ തന്നെയാണ് ഇന്റർവ്യൂ ബോർഡിലുള്ളവരും സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇന്റർവ്യൂ പറ്റി. അപ്പോൾ ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുവിധം കോൺഫിഡന്റ് ആയോ? അത്യാവശ്യം എനിക്ക് ഇപ്പൊ എത്ര റാങ്ക് കിട്ടുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഒരു 5-5-നുള്ളിലൊക്കെ വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അനിഷയുടെ ഫുൾ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അനിഷയ്ക്ക് ആ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ ഫാമിലിയുടെ റിയാക്ഷൻ, പ്രത്യേകിച്ച് അച്ഛനൊക്കെ എന്തായിരുന്നു ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു? മകൾക്ക് ഫസ്റ്റ് റാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് സന്തോഷമുണ്ട്. ഇത്രത്തോളം ആ ഒരു ഗവൺമെന്റ് ജോലിയിൽ ഫസ്റ്റ് റാങ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ അതെ അതെ അതെ, ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ കുറെ കാലമായിട്ട് അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു. ഓ അല്ലേ? അച്ഛൻ അങ്ങനെ നേരത്തെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ ഗവൺമെന്റ് ജോലി വാങ്ങണം? അതെ അതെ അതെ. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ചോദിക്കാനുള്ളത് ഇനി ചേട്ടനെ കുറിച്ചാണ്. കാരണം അനിയത്തിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ ചേട്ടന്റെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ എന്തായിരുന്നു ചേട്ടന്റെ? അല്ല, റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയായി. പിന്നെ പഠിച്ചെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഉഴപ്പി നടന്നിട്ട് അങ്ങനെ എത്തിയതാണ്. കുറച്ച് നല്ലോണം ഇരുന്ന് പഠിക്കാനും ക്ലാസ് ഒക്കെ നല്ലോണം അറ്റൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ കുറച്ചൊരു കോൺഫിഡൻസ് ഒക്കെ വന്ന പോലെ തോന്നി. എക്സാം എഴുതുന്ന ഒരു സമയത്തൊക്കെ കോൺഫിഡൻസോടെ എക്സാം എഴുതാനും. അല്ലെ മുന്നേ പേടിയായിരുന്നു എങ്ങനെ അറ്റൻഡ് ചെയ്യും, അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരുന്നു. പിന്നെ അതൊക്കെ ഓക്കെ ആയി. കുറച്ച് കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാനുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. പഠന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഏട്ടൻ്റെ കോൺട്രിബ്യൂഷൻസ്, കാരണം സർക്കാർ ഉദ്യോഗസ്ഥയായി ഇപ്പം അനിയത്തി അല്ലേ? അപ്പോൾ ഏട്ടൻ്റെതായുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു, ഈ പഠിക്കണം അങ്ങനെ ചെയ്യണം? അങ്ങനെ പറയും. പിന്നെ ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഉഷാറായിട്ട് പോയി. വളരെ ഒരു ഹാപ്പി മൊമെന്റ് ആണ്. എല്ലാവരും ഭയങ്കര മസിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ വരുന്ന സമയത്തൊക്കെ അതാണ്, ക്യാമറ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പേടിയും അല്ലേ? അമ്മയാണെങ്കിൽ ഭയങ്കര ഇതാണ്. അമ്മ ഇതുവരെ ഇത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്ന അമ്മയായിരുന്നു. പെട്ടെന്ന് അമ്മ എന്തായാലും നമ്മുടെ ഏറ്റവും വലിയ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ LP നാൾ മുതൽ നമ്മളിങ്ങനെ റാങ്ക് ഹോൾഡേഴ്സിന്റെ വീട്ടുകളിൽ പോകുന്നു. ഈ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം കുറേ നാളത്തെ ഒരു എഫേർട്ടാണ്. ഞങ്ങൾ ഒരു ബാച്ച് റൺ ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ HSIയുടെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇതെല്ലാം തീർന്നു, ഇനി അടുത്ത മാസം എക്സാം ആണ്. അപ്പോൾ ഈ ഒരു വലിയൊരു കാലത്തെ ഞങ്ങളുടെ ഒരു പ്രയത്നമുണ്ട്. അതിൻ്റെ ഒരു ആ ഒരു സ്ട്രഗിളിന്റെ ആ ഒരു സ്ട്രെയിനിന്റെ ഒരു വലിയ റിസൾട്ട് കിട്ടുന്നത് നേരിട്ട് കാണാൻ പറ്റും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്.